എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയാനായിട്ട് പോകുന്നത് യുക്തിവാദിയെ രക്ഷിച്ച ഗുരുവായൂരപ്പന്റെ കഥയാണ് ഇന്ന് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിലും ചിലപ്പോൾ പലർക്കും കുടുംബത്തിലെ ഭൂരിഭാഗങ്ങൾക്കും ഭക്തി ഉണ്ടാവും, പക്ഷെ ഒരാൾക്ക് മാത്രം ചില യുക്തിവാദം അങ്ങനത്തെ ഉള്ളവരുണ്ടാവില്ലേ? അത്തരത്തിലുള്ള ഒരാളെ ഗുരുവായൂരപ്പൻ രക്ഷിച്ച ഒരു കഥയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എന്നെ ഇഷ്ടമില്ലാത്ത ആൾക്കാരെ ഞാൻ രക്ഷിക്കില്ല, അങ്ങനെ ഒരു ചിന്താഗതി അല്ല കേട്ടോ ഗുരുവായൂരപ്പനുള്ളത്. അപ്പൊ നമുക്ക് കഥ പറയാൻ തുടങ്ങാം അല്ലേ? കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, വളരെ പണ്ടല്ല എങ്കിലും കുറച്ച് ഒരു ടോർച്ചൊന്നും വരാത്ത ആ ഒരു കാലഘട്ടത്തിൽ ഗുരുവായൂരിനടുത്ത് ഐരു നായർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ താമസിച്ചിരുന്നു. അദ്ദേഹം ഗുരുവായൂരപ്പൻ അത്ര ഇഷ്ടമല്ല, അതായത് യുക്തിവാദിയാണ്. അങ്ങനെ വെറുപ്പൊന്നുമില്ല, പക്ഷെ ഭക്തി കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം വലിയ പണക്കാരനായിരുന്നു. അതോ ആ ഒരു പണത്തിന്റെ ഇതുകൊണ്ട് തന്നെ വളരെ ധാരാളിത്തവും അഹങ്കാരമൊന്നും ഇല്ലെങ്കിൽ കൂടി ആവശ്യമില്ലാതെ പൈസ ഒരുപാട് ചെലവാക്കുക, അതുപോലെ തന്നെ കള്ളു കുടിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിന് നന്നായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ആൾക്കാര് കുറച്ചൊക്കെ ഭഗവാനായിട്ടുള്ള ഭക്തിയുള്ള ആൾക്കാരായിരുന്നു. അവരോടൊക്കെ എതിർത്ത് സംസാരിക്കുക. അപ്പൊ നാട്ടിലൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഐരു നായർ എന്ന് പറയുന്നത് യുക്തിവാദിയാണ് എന്നുള്ള കാര്യം നാട്ടിൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യം നടക്കുമ്പോൾ ഐരു നായർ വിളിക്കണം കേട്ടോ, അയാൾ അവിടെ വന്നാൽ കൊളാക്കും. എന്തെങ്കിലും ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നാട്ടുകാരിങ്ങനെയൊക്കെ പറയും. അങ്ങനെ ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു മകളുണ്ട്, ഒരു 10-27 വയസ്സുള്ള കുട്ടിയാണ്, കല്യാണപ്രായമായ മകളാണ്. നല്ല കറുത്തിട്ട് മെലിഞ്ഞിട്ടാണ്, പക്ഷെ നല്ല മുടിയുണ്ട്. അതുകൊണ്ട് തന്നെ കാണാൻ വലിയ വൃത്തിയിടില്ല, പക്ഷെ വളരെ സുന്ദരി എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഈ ഒരു അന്നത്തെ കാലം പഴയ കാലമാണല്ലോ, അപ്പൊ അന്ന് പെൺകുട്ടികളാവുമ്പോൾ പെട്ടെന്ന് കല്യാണം കഴിയണം അങ്ങനെയുള്ള ഒരു ചിന്തയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അപ്പൊ മകൾക്കാണെങ്കിൽ 27 വയസ്സായി. അപ്പൊ അമ്മ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അമ്മ ഇങ്ങനെ പറയാണ്, എന്നാണോ നിങ്ങൾ ഈ ഒരു യുക്തിവാദം നിർത്തുന്നത്, അതായത് ഈ ഭഗവാനൊക്കെ എതിർത്തുന്ന ആ ചിന്ത നിർത്തുന്നത്, അന്നേ നിങ്ങളുടെ മകൾക്ക് ഈ ഒരു കല്യാണಕ್ಕೆ ആലോചന വരുള്ളൂ എന്ന് പറയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വാശി കയറുകയാണ്. എന്റെ യുക്തിവാദം കൊണ്ടൊന്നല്ല, എന്തായാലും 1 മാസത്തിനുള്ളിൽ എന്റെ മകൾക്ക് ഞാനൊരു വിവാഹാലോചന കൊണ്ടുവരും എന്ന് അദ്ദേഹം വാശി പോലെ അത് തീരുമാനിക്കുകയാണ്. അപ്പോ ഭാര്യനോട് ഈ കാര്യം പറയാണ്, ഞാൻ 1 മാസത്തിനുള്ളിൽ എന്തായാലും ഒരു ആലോചന കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ ഭാര്യ ചോദിക്കുകയാണ്, എങ്കിൽ പിന്നെ എവിടെ വെച്ചിട്ടാ കല്യാണം നടക്കുക, ഗുരുവായൂർ വെച്ചിട്ട് തന്നെ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഐരുനായർ പറയാണ്, ഗുരുവായൂർ വെച്ചിട്ടോ, എന്റെ മോളുടെ കല്യാണം ഞാൻ എന്റെ വീട്ടിൽ വെച്ച് നടത്തും. അങ്ങനെ ഒരു തരം വാശി പോലെ പറയാണ് അദ്ദേഹം. അപ്പോൾ ഭാര്യ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഭാര്യ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ്, എത്രയും പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ 1 മാസത്തിനുള്ളിൽ മകൾക്ക് ആലോചന വരണേ, വന്നു കഴിഞ്ഞാൽ ഗുരുവായൂരിൽ വെച്ച് എന്നെ കല്യാണം നടത്താൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. അങ്ങനെ അദ്ദേഹം പറഞ്ഞ ഐരുനായർ ആ ഒരു വാശിപൂർവ്വം പറഞ്ഞ പോലെ തന്നെ നടക്കുകയാണ്. 1 മാസത്തിനുള്ളിൽ നല്ലൊരു കല്യാണാലോചന വരികയാണ്. ഹരിഗോവിന്ദൻ എന്നാണ് ആ ഒരു വന്ന ആളുടെ പേര്. ആ ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ പേര്. 40 വയസ്സായിട്ടുണ്ട്, മകൾക്ക് 27 ഉള്ളൂ, പക്ഷെ ഇയാൾക്ക് 40 ഉണ്ട്. നല്ല വയസ്സ് കൂടുതലാണ്. പക്ഷെ അന്നത്തെ കാലമാണല്ലോ, അന്ന് ഇതൊന്നും അത്ര വലിയ പ്രശ്നമൊന്നും ആയിരുന്നില്ല. ഇതും ചെറിയൊരു പ്രശ്നമുണ്ട്, പക്ഷെ നല്ല പണക്കാരനാണ് ഈ ഹരിഗോവിന്ദൻ എന്ന് പറയുന്നത്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലാണ് അദ്ദേഹത്തിന് ജോലിയായിരുന്നത്. 2-3 വർഷത്തിനുള്ള ഡെപ്യൂട്ടി കളക്ടർ. അപ്പൊ നല്ലൊരു ഉയർന്നതാണല്ലോ. അപ്പൊ ആ കുടുംബ മഹിമയും അത്യാവശ്യത്തിനുണ്ട്. അപ്പോൾ ആ ഒരു ഹരിഗോവിന്ദന്റെ കുടുംബത്തിലാണെങ്കിൽ ഒരമ്മ, ഒരു അച്ഛൻ, പിന്നെ ഒരു അമ്മാവൻ മാത്രമേ ഉള്ളൂ. താഴെ കുറെ അനിയത്തിമാരുണ്ടായിരുന്നു കേട്ടോ. അനിയത്തിമാരുടെ ഒക്കെ വിവാഹം കഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി വിവാഹമേ വേണ്ടാന്ന് വിചാരിച്ച് നടക്കുന്ന ആളായിരുന്നു ഹരിഗോവിന്ദൻ. ആ സമയത്താണ് ഐരുനായരുടെ ആ ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ആലോചന വരുന്നത്. അപ്പൊ അതായത് തിരക്കേടില്ല, കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് സമ്മതിക്കുകയാണ് കല്യാണത്തിന്. അങ്ങനെ ഒരു ഹരിഗോവിന്ദന്റെ കുടുംബം എന്നൊക്കെ പറയുന്നത് സാധാരണ അത്ര യുക്തിവാദം, കുറച്ചൊക്കെ ഭക്തിയുള്ള കുടുംബമാണ്. അപ്പൊ അവര് പറയാണ്, ജാതകം നോക്കണം, ഞങ്ങൾ എന്തായാലും ജാതകം നോക്കാൻ സമ്മതിക്കില്ല, എന്തായാലും ജാതകം നോക്കണമെന്ന് നിർബന്ധം പിടിക്കാട്ടോ. അപ്പോ ആദ്യമായിട്ട് വരുന്ന ഒരു കുടുംബക്കാരല്ലേ, ഇനി സമ്മതിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഐരുനായർ സമ്മതിക്കുകയാണ്, ജാതകം നോക്കാം. പക്ഷെ ഐരുനായർക്ക് ഒരു താല്പര്യമില്ല. കോതക്കുളങ്ങര കുഞ്ഞുണ്ണി ആശാന്റെ അവിടെയാണ് ജാതകം നോക്കാൻ പോകുന്നത് എന്ന് ഈ ഒരു ഹരിഗോവിന്ദന്റെ കുടുംബം പറയാണ്. അപ്പോൾ ഐരുനായർക്ക് സമ്മതമാവുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഒരു കുഞ്ഞുണ്ണി ആശാൻ എന്ന് പറയുന്നത് കളരി ആശാനാണ്. അപ്പൊ നല്ല പരിചയമുണ്ട്. അപ്പൊ സ്വന്തം ആളെന്നുള്ളൊരു ഭാവം ഐരുനായർക്കുണ്ട്. ഞാൻ മനസ്സോട് സമ്മതിക്കുകയാണ്. ഇങ്ങനെ ഐരുനായരാണ് ഈ ജാതകം നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ ഈ ഒരു കുഞ്ഞുണ്ണി ആശാനാണെങ്കിൽ അത്യാവശ്യം വയസ്സായിട്ടുള്ള ആളാണ്. 92 വയസ്സായിട്ടുണ്ട് അദ്ദേഹത്തിന്. നടക്കാനൊന്നും വയ്യ. അപ്പൊ ഈ ഒരു കുഞ്ഞുണ്ണി ആശാൻ ഇങ്ങോട്ട് വരികയാണ് വീട്ടിലേക്ക്, ഐരുനായരുടെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ ഉച്ച ആയി വീട്ടിലെത്തുമ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ആ ഒരു ജാതകം നോക്കി.
ജാതകം നോക്കുമ്പോൾ 5,000 ആട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ ജാതകം നോക്കിയിട്ട് കുഞ്ഞുണ്ണിയാശൻ പറയാണ്, ജാതകമൊക്കെ നല്ല ചർച്ചയുണ്ട്, പക്ഷേ കല്യാണം ഗുരുവായൂർ എന്നെ വെച്ച് നടത്തണം. താലി ഗുരുവായൂരപ്പൻ്റെ അവിടെ പൂജിച്ചിട്ടേ കുട്ടിയുടെ കഴുത്തിൽ ചാർത്താൻ പാടുള്ളൂ എന്ന് പറയാണ്. അപ്പൊ അതിനായി സമ്മതിക്കുകയാണെങ്കിൽ അത് പറ്റില്ല, ഈ ജാതകം തന്നെ ഞാൻ എങ്ങനെയോ അവര് പറഞ്ഞ് സമ്മതിപ്പിച്ചാണ്, ഇനിയിപ്പോ കല്യാണം ഒന്നും ഗുരുവായൂർ വെച്ച് നടത്താൻ പറ്റില്ല എന്ന് പറയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ പറയാണ്, ആശാനോട് പറയാണ്, എൻ്റെ സ്വന്തം ആളെ പോലെയാണ് ആശാൻ, അതുകൊണ്ട് ആശാൻ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ഗുരുവായൂർ വെച്ചിട്ട് വേണ്ട, എൻ്റെ വീട്ടിൽ വെച്ച് കല്യാണം നടത്തിയാൽ മതി എന്ന് ഈ ഒരു ഹരിഗോവിന്ദന്റെ, അതായത് ഈ കല്യാണ ചെറുക്കൻ്റെ വീട്ടുകാരോടൊന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം എന്ന് പറയാണ്. അപ്പോൾ ഓൾറെഡി കുഞ്ഞുണ്ണിയാശാൻ പറഞ്ഞത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കല്യാണം നടത്തുന്നതാണ്. അതിൻ്റെ കൂടെ ഒരു ഈ ഒരു ചെറുക്കൻ്റെ ആൾക്കാരോട് ഇങ്ങനെ ഒരു പറയണം എന്നും കൂടി പറഞ്ഞപ്പോൾ കുഞ്ഞുണ്ണിയാശാൻ ഒട്ടും സമ്മതിക്കുന്നില്ല. എൻ്റെ മനസ്സാക്ഷിക്ക് പറ്റുന്നതേ ഞാൻ പറയുള്ളൂ. ഭഗവാൻ ഞാനിത് വെച്ച് കഴിഞ്ഞപ്പോൾ ഭഗവാൻ എൻ്റെ മനസ്സിൽ തോന്നിച്ചാണ് ഗുരുവായൂർ എന്നെ വെച്ച് നടത്തണം. എനിക്കിങ്ങനെ മനസ്സിൽ തോന്നിയ പല കാര്യങ്ങളും അത് ഭഗവാൻ പറയുന്നതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നോട് ഭഗവാൻ പറഞ്ഞത് ഈ ഒരു കല്യാണം ഗുരുവായൂർ വെച്ച് നടത്തിക്കണം എന്താണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് പറയാണ്. അങ്ങനെ ആ ഒരു ഉച്ചത്തെ ഭക്ഷണമൊക്കെ അവിടെ നിന്ന് കഴിച്ചു, അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ കുഞ്ഞുണ്ണിയാശാന് വരുമ്പോൾ തന്നെ 7 മണിക്ക് ഒരു സ്ഥലത്ത് എത്താമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്തോ ഒരു വലിയൊരു അത്യാവശ്യമുണ്ട്, 7 മണിക്ക് എന്തായാലും എത്തിയേ പോലും. അങ്ങനെ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഒരു സന്ധ്യ ആകുമ്പോഴത്തേനും ഇറങ്ങാം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു നെഞ്ചുവേന വരുന്നത്. അങ്ങനെ കുഞ്ഞുണ്ണിയാശാന് ആ ഒരു നെഞ്ചുവേന വെച്ചിട്ട് അവിടെ നെഞ്ചുവേന കാരണം അവിടെ കിടക്കുകയാണ്. അങ്ങനെ ഉടനെ തന്നെ അടുത്തുള്ള ഒരു വൈദ്യനെ വിളിച്ച് വരുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ലല്ലോ. ഒരു എന്തെങ്കിലും മഞ്ചലിലൊക്കെ ഏറ്റിട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കുള്ളൂ, നല്ല വയസ്സായിട്ടുള്ള ആളാണല്ലോ. അപ്പൊ അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ ഈ ഒരു കുഞ്ഞുണ്ണിയാശാന്റെ മകനെ അറിയിക്കണമല്ലോ. അന്നത്തെ കാലത്ത് ഫോണ് എല്ലാവരുടെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല, ടെലിഫോൺ അങ്ങനെ എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാൾ നേരിട്ട് ചെന്ന് പറയന്നെ വേണം. അങ്ങനെ ഇപ്പോൾ 5,000 എന്നെ അവിടെ ഉള്ളൂ, 5,000 എന്നെ ചെന്ന് നേരിട്ട് പറയണം. സമയം നല്ല രാത്രിയായി, കാരണം ഈ ഒരു നെഞ്ചുവേന കാരണം വൈദ്യനെ വിളിച്ച് വന്നു, വൈദ്യൻ വന്ന് നോക്കി, അങ്ങനെ കുറേ സമയമായി, രാത്രി അത്യാവശ്യം നല്ല രാത്രിയായി. അപ്പൊ എന്തായാലും ഇന്ന് എന്നെ മകനെ വിളിച്ച് അറിയിക്കണം, ഇനി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ 5,000 ഇറങ്ങി തിരിക്കുകയാണ്. അപ്പോൾ രാവിലെയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ദൂരമുണ്ട്, കുഞ്ഞുണ്ണിയാശാന്റെ വീട്ടിലേക്ക് നല്ല ദൂരമുണ്ട്. അങ്ങനെ രാവിലെയൊക്കെ ആണെങ്കിൽ സൈക്കിളൊക്കെ ഓടിച്ച് പോവായിരുന്നു. പക്ഷെ രാത്രി ആകുമ്പോൾ അന്ന് അങ്ങനെ ഗതാഗത സൗകര്യമൊന്നും അത്ര കാര്യമായിട്ടില്ല. അപ്പൊ എന്തെങ്കിലും അപകടം പറ്റുമോ എന്നൊക്കെയുള്ള പേടിയുണ്ട്. അങ്ങനെ ഇദ്ദേഹം എന്തായാലും ആ ധൈര്യം സമ്മതിച്ച് ഇറങ്ങാൻ തീരുമാനിക്കുകയാണ്. പോണ സമയത്ത് ഒരു ധൈര്യം വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ കള്ളോ അങ്ങനെ എന്തൊക്കെയോ അദ്ദേഹം കുടിക്കുന്നുണ്ട് ഒരു ധൈര്യത്തിന് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം അതിങ്ങനെ അത്യാവശ്യം നന്നായി കുടിക്കുന്നുണ്ട് അദ്ദേഹം. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ മെല്ലെ, പിന്നെ അങ്ങോട്ട് ധൈര്യക്കുറവൊന്നുമില്ല, നല്ല ധൈര്യമാണ്, കാരണം ബോധമില്ല അധികം. അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കൊട കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു മഴ കൊള്ളാതിരിക്കാൻ. അങ്ങനെ മഴയുടെ ശക്തി അങ്ങോട്ട് വർദ്ധിക്കുകയാണ്. അപ്പോൾ നല്ല കാറ്റുണ്ട്. അപ്പോൾ ഈ മഴയുടെ ശക്തിയും കാറ്റൊക്കെ കാരണം ഈ കയ്യിൽ പിടിച്ചിട്ടുണ്ടായ കോട എവിടേക്കോ പറന്നു പോവാണ്. പക്ഷെ ഇതൊന്നും 5,000 ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. കാരണം എന്താണ്, ആ ഒരു കള്ള് കുടിച്ചതിന്റെ ആ ഒരു ഇതിൽ നടക്കുകയാണ് അദ്ദേഹം. ഇങ്ങനെ നടക്കുന്നേ. അപ്പോൾ വെള്ളം ഉണ്ടായിരുന്നു മുന്നിൽ, ഒരു ചെറിയൊരു കുഴി പോലെ ഇങ്ങനെ വെള്ളം ഉണ്ടായിരുന്നു. അതിലേക്ക് അദ്ദേഹം അറിയാതെ വീണ് പോവാണ്. അപ്പോൾ കണ്ണിലേക്ക് ആകെ ഇരുട്ട് കയറിയിരിക്കുകയാണ്. ഇതിന്റെ ആ ഒരു കള്ളു കുടിച്ചതിന്റെ എഫക്റ്റിൽ കണ്ണിലേക്ക് ആകെ ഇരുട്ട് കയറിയിരിക്കുകയാണ്. അതായത് സ്വയമായിട്ട് എണീക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് മലവെള്ളപ്പാച്ചിൽ ആ ഭാഗത്ത് കൂടെ ഇങ്ങനെ വരുന്ന കാണുന്നത്. അതിങ്ങനെ വരികയാണെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു അപകടം, മരണം സംഭവിക്കുന്ന അദ്ദേഹത്തിന് ഉറപ്പായ ആ ഒരു നിമിഷം, ആ നിമിഷത്തില് അദ്ദേഹം അറിയാതെ ഭഗവാനെ വിളിച്ചു പോവുക കേട്ടോ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, അദ്ദേഹത്തിന് എതിർപ്പല്ല, ഒരുതരം അവജ്ഞ, അതായത് ഭക്തിയില്ല എന്ന് സ്വയം നടിക്കുക, അത് മറ്റുള്ളവർക്ക് കാണിക്കുക. പക്ഷെ മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ അത് അദ്ദേഹം തന്നെ സ്വയം അത് അഭിനയിക്കുകയാണ്. എനിക്ക് അങ്ങനൊന്നും ഇല്ല എന്ന് അഭിനയിക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏറ്റവും ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ചിന്ത പുറത്തേക്ക് വരികയാണ്. അദ്ദേഹം ഉച്ചത്തിൽ വിളിച്ച് പറയുകയാണ്, എന്നെ ശിക്ഷിക്കല്ലേ ഗുരുവായൂരപ്പ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടെങ്കിൽ എന്നോട് പൊറുക്കണം, എൻ്റെ മകളുടെ കല്യാണം വരെയെങ്കിലും എനിക്ക് എൻ്റെ ജീവൻ തിരിച്ചു നൽകണം. ഞാൻ എല്ലാവരും പറയുന്ന പോലെ ഞാൻ ഗുരുവായൂർ എന്നെ വെച്ചിട്ട് മകളുടെ കല്യാണം നടത്താം എന്ന് പറയുകയാണ്. അപ്പൊ ആ ഒരു നിമിഷത്തിൽ, അതായത് തൻ്റെ മരണം അടുത്തെത്തി എന്ന് വിചാരിക്കുന്ന ആ ഒരു നിമിഷത്തിൽ അറിയാതെ വിളിച്ചു പോവാണ്. അങ്ങനെ ആ ഒരു സമയത്താണ്, അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ ടോർച്ചൊന്നും ഇല്ലാത്തൊരു കാലമാണ്. അപ്പൊ ഒരു ചൂട്ട് കത്തിച്ചിട്ട് ഒരാള് വരുന്നുണ്ട്. അങ്ങനെ ഈ 5,000 പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്.
അപ്പൊ ഇരുനായരാണെങ്കിൽ തന്നെ നല്ല തടി ഇത്ത വണ്ണൊക്കെ ഉള്ള നല്ല ആളാട്ടോ. പക്ഷെ ഈ കള്ളു കുടിച്ചുകൊണ്ടാണ് അവിടുന്ന് എണിക്കാൻ പറ്റായിരുന്നത്. അപ്പൊ ഈ വന്ന ആള് അത്യാവശ്യം ബലൊക്കെ വെച്ച് അദ്ദേഹത്തിനെ എണിപ്പിക്കുകയാണ്. അങ്ങനെ എണിപ്പിച്ചപ്പോ ഇരുനായർക്ക് എന്താണ് ഇയാൾക്ക് കൊടുക്കേണ്ടത്, അതായത് തന്റെ ജീവൻ ഇപ്പൊ പോവാന്ന് നിന്ന് ജീവൻ രക്ഷിച്ച ആളാണല്ലോ, എന്ത് നന്ദി പറയണം എന്ത് ചെയ്യണം എന്ന് ഇരുനായർക്ക് അറിയില്ല. അങ്ങനെ എന്താണ് ഞാൻ തരേണ്ടത്, എന്ത് പറയണം എന്നൊന്നും എനിക്ക് അറിയില്ല എന്ന് ഇരുനായർ അയാളോട് പറയാണ് ഒന്നും വേണ്ട, എന്തോ ഗുരുവായൂർ അമ്പലത്തില് വെച്ച് മകളുടെ കല്യാണം നടത്തുന്നു പറഞ്ഞില്ലേ, അന്ന് നമുക്ക് ഗുരുവായൂർ വെച്ച് കാണാം എന്ന് പറയാണ്. അങ്ങനെ ഈ പോകുന്ന വഴിക്ക് വന്ന ആളുണ്ടല്ലോ, ചൂട്ട് വെച്ച് വന്ന ആളുണ്ടല്ലോ, അദ്ദേഹം പറയുന്നുണ്ട് ഇതാണ് കുഞ്ഞുണ്ണിയാശാന്റെ വീട് എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്തൊരു വീടുണ്ടായിരുന്നു, ആ വീട് കാണിച്ചു കൊടുക്കുന്നുണ്ട്, അവിടെ മകനുണ്ട്, മകനെ വിളിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇരുന്നാർക്ക് ഒരു സംശയം, ഇതൊക്കെ ഇങ്ങനെയാണ് ഇയാൾ അറിഞ്ഞത്, ചിലപ്പോൾ ഞാൻ ആ ഉച്ചത്തിൽ വിളിച്ച് പറയുന്ന പോലെ കേട്ടിട്ടുണ്ടാവും എന്ന ഒരു ചിന്തയിൽ പോവുക കേട്ടോ. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ട് ആ മകനെ വിളിക്കുകയാണ്, പിന്നെ മഞ്ചലിലെത്തി കുഞ്ഞുണ്ണിയാശാനെ അങ്ങനെ എല്ലാം നടക്കുകയാണ്. അങ്ങനെ കല്യാണം ആവുകയാണ്. അപ്പോഴും അദ്ദേഹം മറന്നിട്ടില്ല, യുക്തിവാദിയാണെങ്കിൽ കൂടി പറഞ്ഞ വാക്കിന് അദ്ദേഹത്തിന് വിലയുണ്ട്. അദ്ദേഹം ഗുരുവായൂർ വെച്ച് തന്നെ ആ ഒരു കല്യാണം നടത്തുകയാണ്. അങ്ങനെ അവിടെ വെച്ചിട്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ ഭാര്യനോട് പറയുമ്പോഴാണ് അദ്ദേഹത്തിന് ആ ഒരു തിരിച്ചറിവ്, സ്വന്തം മനസ്സിൽ തന്നെ തിരിച്ചറിവ് ഉണ്ടാവുകയാണ്. എങ്ങനെയായിരിക്കും ആ വന്ന ആള്, അതായത് ആരും ആ വഴിയിൽ വരില്ല, കാരണം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണ്, ആരും വരില്ല, പിന്നെ എങ്ങനെയാണ് അയാൾ വന്നിട്ടുണ്ടാവുക, ഇങ്ങനെയാണ് എന്റെ കാര്യങ്ങളൊക്കെ അറിയുക, ഗുരുവായൂർ വെച്ച് കാണാം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ ആലോചിക്കുക കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ആ വന്ന ആള് വന്നപ്പോ ഇരുനായർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താണ് പേര് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ വന്ന ആള് പറയുന്നത് എനിക്ക് അങ്ങനെ ഊരും പേരൊന്നുമില്ല, എനിക്ക് കുറേ പേരുകളുണ്ട്, ഇഷ്ടമുള്ള പേര് ഏതാച്ചങ്ങ് വിളിച്ചോളൂ എന്ന് പറയാണ്. ഇതുകൂടി ഇരുനായർ ഒന്നുകൂടി ഓർമ്മിച്ചപ്പോ ബോധ്യാവുകയാണ് ഇത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണെന്ന്. കാരണം ഗുരുവായൂരപ്പന് ഊരില്ല, നാടില്ല, പേരില്ല, സഹസ്രം അതിലും വേറെ പേരുകളാണല്ലേ ഗുരുവായൂരപ്പൻ. നമ്മൾ കൃഷ്ണൻ എന്ന് വിളിക്കും, ദാമോദരൻ, അങ്ങനെ എന്തോരം പേരുകളാണല്ലേ. അപ്പോൾ ഇത് അദ്ദേഹത്തിന് ആ ഗുരുവായൂരിൽ ആ കല്യാണം നടക്കുന്ന ആ ഒരു നിമിഷത്തില് തിരിച്ചറിയാണ്. അപ്പൊ ഇതാണ് യുക്തിവാദിയെ രക്ഷിച്ച ഗുരുവായൂരപ്പൻ. ഞാൻ ഈ കഥയിൽ ഇടയിൽ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് ഭക്തി ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം സ്വയം നടിച്ചിരുന്നതാണ്, അദ്ദേഹം നല്ല ആൾ തന്നെയായിരുന്നു. പക്ഷെ മറ്റുള്ളവരെയോ സ്വന്തം മനസ്സിനെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ എനിക്ക് അങ്ങനെ ഒന്നും ഭക്തിയില്ല, ഗുരുവായൂരപ്പനൊന്നും ഇല്ല അങ്ങനെ ചിന്തിച്ച് നടന്നിരുന്നത്. അപ്പോൾ എന്നെ ഇഷ്ടമില്ലാത്ത ആളാണെങ്കിലും ഞാൻ രക്ഷിക്കും എന്ന ഒരു സന്ദേശമാണ് ഗുരുവായൂരപ്പൻ ഈ കഥയിലൂടെ നൽകുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ കഥ എന്ന് പറയുമ്പോൾ അതൊന്നും എഴുതപ്പെട്ട കഥയല്ല. ചിലപ്പോൾ ചില ബുക്കിലൊക്കെ ഉണ്ടാവാം, പക്ഷെ അങ്ങനെ വളരെ വലിയ പോപ്പുലർ ആയിട്ടുള്ള ബുക്കിലൊന്നും എഴുതിയ കഥയല്ല. നമ്മൾ ഈ കുറൂരമ്മയുടെ കഥ ഇങ്ങനെ കേൾക്കുന്നത് മുത്തശ്ശി കഥ പോലെയാണ് അല്ലെ, അതായത് പറഞ്ഞ് അങ്ങനെയുള്ള കഥയാണ് കുറൂരമ്മയുടെ കഥ. അതുപോലെ തന്നെയാണ് ഈ ഒരു യുക്തിവാദിയെ രക്ഷിച്ച ഗുരുവായൂരപ്പന്റെ കഥയും. അതായത് നമ്മളിങ്ങനെ പറഞ്ഞ് അങ്ങനത്തെ കഥകളാണ്, പണ്ടെപ്പോഴും നടന്ന കാര്യങ്ങളാണ്, അതിങ്ങനെ വാക്കുകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട കഥകളാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഭഗവാന്റെ നാമം കമന്റ് ചെയ്തിട്ടോളൂ കേട്ടോ. താങ്ക് യു.